സോ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ഇ-കൊമേഴ്സ് പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കവർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എലഗൻ്റ് ORM വെച്ചിട്ട് 2-3 ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലൈക്ക് ഫോറിൻ ID അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലറാവലിൽ അഡ്മിൻ പാനലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇ-കൊമേഴ്സിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അഡ്മിൻ പാനൽ ലൈവ് വെയർ എന്നൊരു സംഭവം വെച്ചിട്ടാണ് വർക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ലൈവ് വെയർ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലറാവലിൽ തന്നെ ഈ നമ്മളെ ഇ-കൊമേഴ്സിൻ്റെ ചെറിയൊരു ഫ്രണ്ടിൽ ഉണ്ടാക്കും. ജസ്റ്റ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യണ അത് ചെറിയൊരു സംഭവം. അതേപോലെ ലോഗിനും രജിസ്റ്ററും ഉണ്ടാക്കും. ഓക്കെ, ഇതെന്തിനാ വെച്ചാൽ ഫസ്റ്റ് പാർട്ട് വെറും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈവ് വെയർ എന്താ, ഒതൻറ്റിക്കേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ആക്ച്വൽ അഡ്മിൻ പാനൽ ഉണ്ടാക്കാൻ തുടങ്ങും. ഓക്കെ, അതിന് ശേഷം അഡ്മിൻ പാനലൊക്കെ ഉണ്ടാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് APIs ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഈ APIs യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് എൻഡിൽ പിന്നെ കണക്ട് ചെയ്ത് ഫ്രണ്ട് എൻഡിലാണ് ശരിക്കുള്ള ഇ-കൊമേഴ്സിൻ്റെ ഫ്രണ്ട് എൻഡ് വ്യൂ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് മൊബൈൽ ആപ്പ് ആവാം, അല്ലെങ്കിൽ വെബ് റിയാക്റ്റ് ആവാം, എന്തോ ആണെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഔട്ട്ലൈൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആദ്യം നമ്മൾ ചെയ്യും, ഡാറ്റാബേസ് സെറ്റപ്പ് ചെയ്യും, പിന്നെ നമ്മളൊരു 3 മോഡൽ ഉണ്ടാക്കും. ഒരു യൂസർ മോഡൽ, കാറ്റഗറി മോഡൽ, പ്രൊഡക്റ്റ് മോഡൽ. ഓക്കെ, അതായത് 3 ടേബിൾസ് ഉണ്ടാക്കും. ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് പറയണത് ഒരു യൂസറിൻ്റെതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ കൺസെപ്റ്റുകൾ ആദ്യം കുറച്ച് ട്രിക്കിംഗ് ആയിട്ട് തോന്നും, പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ അത് സുഖമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു യൂസർ അപ്ലോഡ് ചെയ്തതായിരിക്കും. ലൈക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും OLX-ലാണെങ്കിലും ഒരു യൂസറാണല്ലോ ഒരു പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബിലോങ്സ് ടു എ യൂസർ. ഓക്കെ, അതേപോലെ ഒരു യൂസറിന് കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിലേഷൻ നമുക്ക് വരാം. അതേപോലെ തന്നെ കാറ്റഗറി പ്രൊഡക്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ ടാബുകൾ തമ്മിലുള്ള കണക്ഷൻ, ഡാറ്റാബേസ് റിലേഷൻസ് ലൈക്ക് 1 to many, many to many, 1 to 1, അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈവ് വയർ കമ്പോണൻസ് വെച്ചിട്ട് ഒതൻറ്റിക്കേഷൻ, ലോഗിൻ പേജും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ലറാവൽ ഫിലമെൻറ്റ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, ഇത് ചെയ്യുന്നതോടുകൂടി നമ്മളെ കുറേ പണി കുറഞ്ഞു കിട്ടും, ലറാവൽ ഫിലമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഈ ലറാവൽ ഫിലമെൻറ്റ് എന്ന് പറയുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ജാങ്കോ പറഞ്ഞിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ഉണ്ട് പൈത്തണിൽ. ആ ജാങ്കോയിൽ ഉള്ളൊരു അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത്, മറ്റു ഫ്രെയിം വർക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത്, അതിൽ നമ്മൾ ടാബിൾസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ടാബിൾസിൻ്റെ CRUD ഓപ്പറേഷൻസ് എല്ലാം നടത്തി തരുന്ന ഒരു അഡ്മിൻ പാനൽ ഇൻബിൽഡായിട്ട് അതിലുണ്ടാകും. അപ്പോൾ ലറാവലിന് ആ ഒരു സംഭവം ഇല്ല. അപ്പോൾ അതിന് പകരം ലറാവലിന് വന്നൊരു സാധനമാണ് ലറാവൽ ഫിലമെൻറ്റ് പറയുന്നത്. ഓക്കെ, അതും നമുക്ക് അവിടെ എത്തുമ്പോൾ നോക്കാം. പിന്നെ നമ്മൾ APIs ഉണ്ടാക്കും. APIs കാര്യങ്ങൾ അപ്പോൾ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ ഡിപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും.